ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ റിലേഷന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതിൽ എന്താണ് ഫങ്ഷൻ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുക. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫങ്ഷൻസ് കാണിക്കുക. അതിൽ നമുക്ക് എക്സിന് ഒരു വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കിട്ടുന്ന ഇക്വേഷൻസിൽ ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ആരോ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് ഫങ്ഷൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എ റിലേഷൻ എ ആർ ടു സെറ്റ് എ ടു സെറ്റ് ബി. ഒരു റിലേഷൻ പറയുന്നത് എ എന്ന് പറയുന്ന ഒരു സെറ്റ്, ആ സെറ്റിൽ ഏതൊരു ഏത് എലമെന്റ് ആയാലും കുഴപ്പമില്ല. ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു സെറ്റ് എടുക്കുന്നുണ്ട്. ഈ എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷൻ കാണിക്കുന്നത്. അപ്പൊ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പിൽ പറയാൻ പറ്റും. മാപ്പിങ്ങിലൂടെ കാണിക്കാൻ പറ്റും. അതിന് നമ്മൾ ആരോ ഡയഗ്രാം എന്ന് പറയും. അതിൽ ഫങ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഓരോ എലമെന്റിനും എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റിന് ബി എന്ന് പറയുന്ന സെറ്റില് ഒരു ഇമേജ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിൽ എ എന്ന് പറഞ്ഞ സെറ്റില് 1, 2, 3 എന്ന് തന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്ന സെറ്റില് 4, 5, 6, 7 എന്ന് തന്നിട്ടുണ്ട്. എയിൽ നിന്ന് റിലേഷൻ 4ലോട്ട്, 2വിൽ നിന്ന് 1 to 4ഉം 2 to 5ഉം 3 to 6ഉമാണ് തന്നിരിക്കുന്നത്. അപ്പൊ എയിലെ എല്ലാ എലമെന്റിനും ബിയിൽ എന്തുണ്ട്? ഒരു ഇമേജ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെന്താന്ന് പറയാം? ഇതൊരു ഫംഗ്ഷൻ ആണ് എന്ന് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് വേറൊരു നമ്പർ തരാണ്. 1, 2, 3. ഇത് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് ആണ് 1, 2, 3 എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന സെറ്റിൽ നമുക്ക് വേറൊരു എലമെന്റ് തരാണ് 4, 5, 6, 7 എന്ന് തന്നിട്ടുണ്ട്. 1ൽ നിന്ന് 4ലോട്ടും 1ൽ നിന്ന് 5ലോട്ടും ഉണ്ട്. 2വിൽ നിന്ന് 4ലോട്ട്, 3ൽ നിന്ന് 7ലോട്ട്. ഇങ്ങനെയാണ് റിലേഷൻ പോയിരിക്കുന്നത്. അപ്പൊ ഒന്നിന് എ എന്ന് പറയുന്ന സെറ്റിലെ 1 എന്ന് പറയുന്ന എലമെന്റിന് 4ഉം ഉണ്ട് 5ഉം ഇമേജ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഒരു എലമെന്റിന് ഒരു ഇമേജ് മാത്രമേ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ഇമേജുകൾ പാടില്ല. അങ്ങനെ ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഫംഗ്ഷൻ ആയിട്ട് കൂട്ടാൻ പറ്റില്ല. അപ്പോ 1ൽ നിന്ന് 4ലോട്ടും ഉണ്ട്, ആ 1ൽ നിന്ന് 5ലോട്ടും ഉണ്ട്. അപ്പൊ 1ന് 2 ഇമേജ് ഉണ്ട് ബി എന്ന് പറയുന്ന സെറ്റില്, 4ഉം ഉണ്ട് 5ഉം ഉണ്ട്. അപ്പോ നമുക്കിത് എന്താക്കി എടുക്കാൻ പറ്റില്ല? ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല. എന്നാ 1നും 2വിനും 3നും, അതായത് എ എന്ന് പറയുന്ന സെറ്റിലെ 3 എലമെന്റിനും ബി എന്ന് പറയുന്ന സെറ്റില് ഇമേജ് ഉണ്ട്. പക്ഷെ ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതൊരു ഫംഗ്ഷൻ ആയിട്ട് കൂട്ടില്ല. ഇനി നമുക്ക് വേറൊരു, അപ്പൊ ഇതൊരു ഫംഗ്ഷൻ അല്ല. വേറൊരു സെറ്റ് 3, 4, 7, 8. 3, 4, 7, 8 എന്ന് പറഞ്ഞിട്ട് എ എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് തന്നിരിക്കുന്നത് 5, 6, 8, 7 എന്ന് തന്നിട്ടുണ്ട്. ഇതില് 3ൽ നിന്ന് 5ലോട്ട്, അതുപോലെ 4ൽ നിന്ന് 8ലോട്ട്, 7 to 7. ഇങ്ങനെ നമ്മൾ സെറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. റിലേഷൻ ഇങ്ങനെയാണ് പോണത്. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന സെറ്റില് റിലേഷൻ എ ടു ബി ആണ്. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റിനും ബി എന്ന് പറയുന്ന സെറ്റില് ഇമേജ് വേണം. പക്ഷെ ഇവിടെ എ എന്ന് പറയുന്ന സെറ്റില് 3ക്ക് 5 ഉണ്ട് ഇമേജ് ആയിട്ട്, 4ന് വന്നിട്ട് 8 ഉണ്ട്, 7ന് 7 തന്നെ ഇമേജ് ആയിട്ടുണ്ട്, 8ന് ബി എന്ന് പറയുന്ന സെറ്റില് ഇമേജ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഈ റിലേഷൻ എന്ന് പറയുന്നത് ഇത് നമുക്കൊരു ഫംഗ്ഷനിൽ പെടുത്താൻ പറ്റില്ല. ഫംഗ്ഷൻ ആകണം എന്നുണ്ടെങ്കിൽ എയിലെ എല്ലാ എലമെന്റിനും ബിയിൽ എന്തുണ്ടായിരിക്കണം? ഒരു ഇമേജ് ഉണ്ടായിരിക്കണം.
ഇനി ഡൊമെയിൻ എന്താ, റേഞ്ച് എന്താന്ന് അറിഞ്ഞിരിക്കണം. എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് നമ്മൾ റിലേഷൻ എഴുതുന്ന സമയത്ത് ഇപ്പോ ഇതിന്റെ റിലേഷൻ വരുന്നത് ഇതാണ്. ആർ ഇസ് ഈക്വൽ ടു സെറ്റിന്റെ ഉള്ളിൽ 1 4 2 5 3 6. അപ്പൊ അതിൽ ആദ്യം കിടക്കുന്നത് അതാണ് നമ്മുടെ ഏത് ഡൊമെയിൻ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്ന സെറ്റിലുള്ളതാണ്. അപ്പൊ ഡൊമെയിൻ 1 2 3 അതാണ് ഡൊമെയിൻ. ഇനി ഡി എന്ന് പറയുന്ന സെറ്റില് മാപ്പ് ചെയ്തത് ഏതൊക്കെയാ 4 5 6 അതാണ് എന്ത് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് അടുത്ത വരുന്ന ഒരു ടേം ആണ് കോഡൊമെയിൻ എന്ന് പറയുന്നത്. ഇതില് കോഡൊമെയിൻ എന്ന് പറയുന്നത് കോഡൊമെയിൻ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന സെറ്റിലെ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ അതിനൊക്കെ നമുക്ക് എന്താക്കിയിട്ട് പറയാൻ പറ്റും, കോഡൊമെയിൻ എന്ന് പറയാൻ പറ്റും. അപ്പൊ 4 5 6 7 ആണ് ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ്. അപ്പൊ അതാണ് എന്ത് കോഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പൊ റേഞ്ച് എന്ന് പറയുന്നതും കോഡൊമെയിൻ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്, രണ്ടും സെയിം അല്ല. കോഡൊമെയിൻ എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്ന ഓപ്പോസിറ്റ് സെറ്റിലെ എല്ലാ എലമെന്റ്സും ഉണ്ടാവും. റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ മാപ്പ് ചെയ്യണ സമയത്ത് ഫംഗ്ഷൻ എവിടെ നിന്ന് എവിടേക്കാന്നുള്ളത് മാത്രമാണ് ഏത് റേഞ്ചിൽ നമ്മൾ ഉൾപ്പെടുത്തുള്ളൂ. ഈ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് 1 1 ഫംഗ്ഷൻ. 1 1 ഫംഗ്ഷന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. വൺ വൺ ഫംഗ്ഷന് പറയണ പേരാണ് ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി, ഒരു ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലോട്ടാണ്. ഈ സെറ്റ് ടു ബി 1 1 ഇഫ് ഡിഫറെന്റ് എലമെന്റ് ഹാവ് ഡിഫറെന്റ് ഇമേജസ്. അതായത് ഇത് 1 1 ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് എലമെന്റിന് ഡിഫറെന്റ് ഇമേജസ് ഉണ്ടായിരിക്കണം. അതാണ് 1 1 ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. x1 ഉം x2 രണ്ട് ഡിഫറെന്റ് എലമെന്റ്സ് ആയിട്ട് നമ്മൾ എടുക്കാം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് x1 ഉം എഫ് ഓഫ് x2 ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2, അതിന് നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ 1 1 ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നാൽ അത് 1 1 ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2, അതായത് x1 ഈക്വൽ ടു x2 വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ വന്നിട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫംഗ്ഷൻ തരാണ്. ടു എക്സ് പ്ലസ് 3 എന്ന് തന്നു. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എഫ് ഓഫ് x1 കണ്ടുപിടിക്കുക. എഫ് ഓഫ് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x1 പ്ലസ് 3, അതായത് x1 കാണുന്നോടത്ത് എക്സ് കാണുന്നോടത്ത് x1 ഇട്ട് കൊടുക്കാം. ഇനി എഫ് ഓഫ് x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x2 പ്ലസ് 3 എന്ന് എഴുതാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് x1 എന്ന് പറയുന്നത് ഈക്വൽ ആണ് എഫ് ഓഫ് x2. 1 1 ആണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അതിൽ എഫ് ഓഫ് x1 എന്ന് പറയുന്നത് 2x1 പ്ലസ് 3, അത് ഈക്വൽ ആണ് 2x2 പ്ലസ് 3ക്ക്.
ഈ 3യും ഇപ്പുറത്തുള്ള ഈ 3യും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ പിന്നെ x1 ഈക്വൽ ടുന്റെ അപ്പുറത്ത് x2 മാത്രമേ ഉള്ളൂ. അപ്പൊ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3 എന്ന് പറയുന്ന ഫംഗ്ഷൻ വന്നിട്ട് 1 ഫംഗ്ഷൻ ആണ്. വേറൊരു ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x. അപ്പൊ ഇതേപോലെ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? എഫ് ഓഫ് x1 കണ്ടുപിടിക്കുക. എഫ് ഓഫ് x1 എന്ന് പറയുമ്പോൾ 2x1. അതുപോലെ എഫ് ഓഫ് x2 എന്ന് പറയുമ്പോൾ 2x2 എന്ന് വരും. എഫ് ഓഫ് x1 എന്ന് പറയുന്നത് ഈക്വൽ ആണ് എഫ് ഓഫ് x2-ന്. ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് x1 എന്ന് പറയുന്നത് 2x1. 2x1 ഈക്വൽ ടു 2x2. ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്ത x1 ഈക്വൽ ആണ് x2-ന് എന്ന് കിട്ടും. x1 ഈക്വൽ ടു x2 ആണെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ വന്നിട്ട് 1 അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണ് വരാം. അടുത്തത് മെനി വൺ ഫംഗ്ഷൻ ആണ്. മെനി വൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എ ഫംഗ്ഷൻ വിച്ച് ഈസ് നോട്ട് 1 ഈസ് കോൾഡ് മെനി വൺ. അതായത് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ആ ഫംഗ്ഷൻ 1 അല്ല. 1 അല്ലാത്ത ഫംഗ്ഷൻസിനെ പറയുന്ന പേരാണ് മെനി വൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മെനി വൺ ഫംഗ്ഷനിലുള്ള ആരും തന്നെ 1 ഉണ്ടാവില്ല. 1 എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഇല്ലാത്ത ആൾക്കാരാണ് എന്തിലുള്ളത്? മെനി വണ്ണിലുള്ളത്. ഈ ഓൺ ടു ഫംഗ്ഷൻ ഇഫ് എവരി എലമെന്റ് ഇൻ ബി ഹാവ് എ പ്രീ ഇമേജ് ഇൻ എ. ബിയിലത്തെ എല്ലാ എലമെന്റിനും എയില് ഒരു പ്രീ ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ എയിലെ ബിയിലെ എല്ലാ എലമെന്റിനും എയിൽ എന്തുണ്ടായിരിക്കണം? ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. എയിലെ എല്ലാ എലമെന്റിനും ബിയില് ഇമേജ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? ഫംഗ്ഷൻ എന്നും പറയും. അതിനെ 1 ഫംഗ്ഷൻ എന്നും പറയും. പക്ഷെ തിരിച്ച് ഓപ്പോസിറ്റ്, ബിയിലുള്ള എലമെന്റ്സിന് എയില് ഇമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പ്രീ ഇമേജ് എന്നാണ് പറയാ തിരിച്ച്. അപ്പൊ പ്രീ ഇമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയാം. ഓൺ ടു ഫംഗ്ഷനിൽ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് കോഡൊമൈന് ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് എ എന്ന് പറയുന്ന സെറ്റ്, ഇത് ബി എന്ന് പറയുന്ന സെറ്റ്.
ഈ ക്വസ്റ്റ്യനില് ബിയിലെ എല്ലാ എലമെന്റിനും, ഈ ബിയിലത്തെ എല്ലാ എലമെന്റിനും എയിൽ എന്തുണ്ട്, ഒരു പ്രീ ഇമേജ് ഉണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്, ഓൺ ടു ഫംഗ്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഇതിന്റെ റേഞ്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നതും അതുപോലെ ഡൊമൈൻ എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. കാരണം ബി എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും ആണ് റേഞ്ച് വരാ. അത് തന്നെയാണ് എന്ത് വരാ, കോഡൊമൈനും വരാ. അപ്പൊ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആണ് ഓൺ ടു എന്ന് പറയുന്ന ഫംഗ്ഷനിൽ. അടുത്തത് ഇൻടു ഫംഗ്ഷൻ ആണ്. എ ഫംഗ്ഷൻ വിച്ച് ഈസ് നോട്ട് ഓൺ ടു ഈസ് കോൾഡ് ഇൻടു ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ വിച്ച് ഈസ് ഓൺ ടു ഫംഗ്ഷൻ അല്ലാത്ത ഫംഗ്ഷനെ പറയുന്ന പേരാണ് ഇൻടു ഫംഗ്ഷൻ എന്ന്. ഓൺ ടു ഫംഗ്ഷനെ നമ്മൾ പറയുന്ന ഇനിയൊരു പേര് സർജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ്. വൺ ഫംഗ്ഷന് നമ്മൾ പറയുന്ന പേര് ഇൻജക്റ്റീവ് എന്നും ഓൺ ടു ഫംഗ്ഷന് പറയുന്ന പേര് സർജക്റ്റീവ് എന്നുമാണ്. അപ്പൊ ഓൺ ടു ഫംഗ്ഷൻ അല്ലാത്തതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഇൻടു ഫംഗ്ഷൻ എന്നും. വൺ ഫംഗ്ഷൻ അല്ലാത്ത ഫംഗ്ഷനെ പറയുന്ന പേരാണ് മെനി വൺ ഫംഗ്ഷൻ എന്നും. നെക്സ്റ്റ് വൺ ആണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എ ഫംഗ്ഷൻ വിച്ച് ഈസ് ബോത്ത് വൺ ആൻഡ് ഓൺ ടു. വണ്ണും ഓൺ ടുവുമായ ഫംഗ്ഷനെ പറയുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പൊ വൺ ആണെന്നുണ്ടെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ, ഓൺ ടു ആണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നത് സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. അതുപോലെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വണ്ണും ഓൺ ടുവും, അതായത് ഇൻജക്റ്റീവും സർജക്റ്റീവുമായ ഫംഗ്ഷൻസിനെ പറയുന്ന പേരാണ് എന്ത്, ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന്. To find out whether a function is one or not, we use the following methods. അതിൽ ഫസ്റ്റ് വൺ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ. ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുക. രണ്ടാമത്തെ, ഡ്രോ ദ ലൈൻസ് പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ ഒരു ലൈൻ വരയ്ക്കാൻ. If any of the above line intersect the function at more than one point, it is not one function. അതായത് if any of the above line intersect the function at more than one point, ഒരു പോയിന്റിൽ ഒന്നിൽ കൂടുതൽ വട്ടം ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂട്ടില്ല. ഇറ്റ് ഈസ് നോട്ട് വൺ ഫംഗ്ഷൻ. അത് നമ്മൾ വൺ ഫംഗ്ഷൻ ആയിട്ട് എടുക്കില്ല. If all the lines intersect the curve in at least one point, the function is onto. If all lines intersect the curve in at least one point, എല്ലാ ലൈൻസും കർവിൽ ഇന്റർസെക്ട് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റിലായിരിക്കണം. ദ ഫംഗ്ഷൻ ഈസ് ഓൺ ടു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്, ഓൺ ടു ആണ്. ഇനി ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ. ഫംഗ്ഷന്റെ ഇൻവേഴ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. ഇഫ് എഫ് ഫ്രം എ ടു ബി, എഫ് എന്ന് പറയുന്നത് എ ടു ബി ആണ്, ഇസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇതെന്ന് പറയുന്നത് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ദെൻ എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു ബി ടു എ. എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്, അതായത് എഫിന്റെ ഇൻവേഴ്സ് ബിയിൽ നിന്ന് എയിലോട്ടാണ്. ഫംഗ്ഷൻ എ ടു ബിയും തിരിച്ച് ഇൻവേഴ്സ് ആയിട്ടുള്ള ഫംഗ്ഷൻ വന്നിട്ട് ബിയിൽ നിന്ന് എയിലോട്ടുമാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് വൈ എന്ന് പറയുന്നത് ഈക്വൽ ആണ് എക്സ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ആണ് വൈ എന്ന് പറയാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ
y എന്ന് എഴുതിയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഫംഗ്ഷൻ ഹാവിങ് ഇൻവേഴ്സ് ആർ കോൾഡ് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ. ഇൻവേഴ്സ് വരുന്ന ഫംഗ്ഷൻസിനെ പറയുന്ന പേരാണ് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻസ് എന്ന്. എ ഫംഗ്ഷൻ ഈസ് ഇൻവെർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൈജക്റ്റീവ്. ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് എന്തെന്നും പറയാം, ബൈജക്റ്റീവ് ആണെന്നും പറയാം. ഇനി നമുക്ക് താഴത്ത് കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അതിൽ വൺ വൺ ഓൺ ടു ആണോ എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് 1 2 3 4 ആണ് സെറ്റ് എയിലുള്ളത്. സെറ്റ് ബിയിലുള്ളത് എ ബി സി ഡി ഇ എഫ്. ആദ്യത്തെ എ എന്ന് പറയുന്ന സെറ്റില് എല്ലാ എലമെന്റിനും ബി എന്ന് പറയുന്ന സെറ്റിൽ എന്തുണ്ട്, ഇമേജ് ഉണ്ട്. അതുകൊണ്ട് അതെന്താണ്, 1 1 ആണ്. അതേപോലെ ഓൺ ടൂമാണ്, 1 1 ഓൺ ടൂമാണ്. രണ്ടാമത്തത് മെനി വൺ ഇൻ ടു. അപ്പൊ മെനി വൺ എന്ന് പറഞ്ഞാൽ 1 1 ഓൺ ടൂവും അല്ലാത്തതാണ് എന്ത്, മെനി വൺ. അവിടെ നോക്കി നോക്കുക, എ എന്ന് പറയുന്ന സെറ്റിന് ബി ഒന്നിൽ കൂടുതൽ എന്തുണ്ട്, പ്രീ ഇമേജ്. ബിക്ക് ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജ് ഉണ്ട്. അതുകൊണ്ട് ഇത് 1 1 ആയിട്ട് വരില്ല, ഇത് മെനി വൺ ആയിട്ടാണ് വരും. അടുത്തത് എ എന്ന് പറയുന്ന സെറ്റില് 1 2 3 4, ബി എന്ന് പറയുന്ന സെറ്റില് എ ബി സി. ആ എ ബി സിക്ക് എ എന്ന് പറയുന്ന സെറ്റില് ഇമേജ് ഉണ്ട്, പക്ഷെ പ്രീ ഇമേജ് ആണ് ഉള്ളത്. അതുകൊണ്ട് അത് മെനി വൺ ആണ്, 1 1 ആവില്ല. കാരണം എയിലെ എല്ലാ എലമെന്റ്സിനും ബിയിൽ എന്ത് വേണം, ഇമേജ് വേണം. ഒന്നിൽ കൂടുതൽ ഇമേജ് പാടില്ല. അതുകൊണ്ട് അത് 1 1 അല്ല, ഓൺ ടു ആണ്. അടുത്തത് 1 1 ഓൺ ടുവിനും വേറൊരു എക്സാമ്പിൾ ആണ്. എയിലത്തെ എല്ലാ എലമെന്റിനും ബിയിൽ എന്തുണ്ട്, ഇമേജ് ഉണ്ട്. അതുപോലെ ബിയിലത്തെ എല്ലാ എലമെന്റിനും എയില് പ്രീ ഇമേജും ഉള്ളത് കാരണം അത് 1 1 ആണ്, ഓൺ ടുവുമാണ്. നമ്മൾ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്, എ എന്ന് പറയുന്ന സെറ്റില് എം എലമെന്റ്സും ബി എന്ന് പറയുന്ന സെറ്റില് എൻ എലമെന്റ്സും ആണെന്നുണ്ടെങ്കിൽ, എ ടു ബി ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ നമ്മൾ പറയാ n raised to m. ഇത് ഇക്വേഷൻ ആണ്. എ എന്ന് പറയുന്ന സെറ്റില് എം എലമെന്റ്സും ബി എന്ന് പറയുന്ന സെറ്റില് n എലമെന്റ്സും ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എ ടു ബി ഫംഗ്ഷൻ വരുന്നത് എയിൽ നിന്ന് ബിയിലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും, n raised to m എന്ന് എഴുതാൻ പറ്റും. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, കൺസിഡർ ദ സെറ്റ് എ ഈക്വൽ ടു 1 2 3 4. ബി എന്ന് പറയുന്ന സെറ്റ് എ ബി സി ഡി ഇ എഫ്. ലെറ്റ് എഫ് ഫ്രം എ ടു ബി ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ. അതിൽ എ ക്വസ്റ്റ്യൻ റിലേഷൻ തന്നിട്ടുണ്ട്, 1 എ 2 ബി 3 ഡി 4 സി. ഈസ് എഫ് 1 1 ഓർ ഓൺ ടു. എഫ് എന്ന് പറയുന്നത് 1 1 ആണോ ഓൺ ടു ആണോ എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എ എന്ന് പറയുന്ന സെറ്റ് ആരോ ഡയഗ്രാം വരച്ചിട്ടാണ് കാണിക്കുന്നത്. എ എന്ന് പറയുന്ന സെറ്റ് വരച്ചു, അതുപോലെ ബി എന്ന് പറയുന്ന സെറ്റ് വരച്ചു. എയിലത്തെ എലമെന്റ്സും ബിയിലത്തെ എലമെന്റ്സും എഴുതി. അവിടെ റിലേഷൻ 1 ടു എ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1 നിന്ന് എയിലോട്ട്, 2 ടു ബി അപ്പൊ 2 നിന്ന് ബിയിലോട്ട്, 3 ടു ഡി 3 നിന്ന് ഡിയിലോട്ട്, അതുപോലെ 4 ടു സി 4 നിന്ന് സിയിലോട്ട്. ഇങ്ങനെയാണ് നമുക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. അപ്പൊ ആരോ ഡയഗ്രാം ഇപ്പൊ നമ്മൾ വരച്ചു. ഇത് 1 1 ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 1 ആണോ അല്ലെങ്കിൽ ഓൺ ടു ആണോ? ഫംഗ്ഷൻ 1 1 ആണോ ഓൺ ടു ആണോ?
ഇത് ഓൺ ടു ഫംഗ്ഷൻ ആണ്. കാരണം ബി എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സിനും എയിൽ എന്തുണ്ട്, ഒരു പ്രീ ഇമേജ് ഉള്ളത് കാരണം ഇതെന്താണ്, ഓൺ ഇൻ ടു ഫംഗ്ഷൻ ആണ്. അതായത് വൺ അല്ലാത്ത ഫംഗ്ഷൻ, സോറി ഓൺ ടു അല്ലാത്ത ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻ ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇൻ ടു ഫംഗ്ഷൻ ആണ് വരാം. ഡസ് എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് എക്സ്പ്ലെയിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ എ ബി സി ഡി, അതാണ് റേഞ്ച്. കാരണം ആരോ ഡയഗ്രാം എയിലും ബിയിലും സിയിലും ഡിയിലും ആണ് പോയിരിക്കുന്നത്. കോഡൊമെയിൻ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന സെറ്റിൽ ഫുൾ ആയിട്ട് എഴുതാം. റേഞ്ചും കോഡൊമെയിനും ഈക്വൽ അല്ല, അതുകൊണ്ട് ഇതെന്താണ് അല്ല, ഓൺ ടു അല്ല. റേഞ്ചും കോഡൊമെയിനും ഈക്വൽ ആണെന്നുണ്ടെങ്കിലാണ് അത് എന്തായിട്ട് വരുള്ളൂ, ഓൺ ടു ഫംഗ്ഷൻ ആയിട്ട് വരുള്ളൂ. അതുകൊണ്ട് ഇവിടെ എ ഇൻവേഴ്സ് എന്ത് ചെയ്യില്ല, എക്സിസ്റ്റ് ചെയ്യില്ല. എഫ് എന്ന് പറയുന്നത് ബൈജക്റ്റീവും അല്ല. കാരണം 1 ഓൺ 2 ആണെന്നുണ്ടെങ്കിലാണ് അത് എന്താവുള്ളൂ, ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ട് മാറുള്ളൂ. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം സെറ്റ് 1 2 3 to 4 to 5. ഡിഫൈൻ എഫ് ഫ്രം റിലേഷൻ തന്നിട്ട് 1 to 4 2 to 4 3 to 5 1 ഓർ നോട്ട്. 1 ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1ൽ നിന്ന് 4ലോട്ടും ഉണ്ട്, 2ൽ നിന്നും 4ലോട്ടുണ്ട്, അതുപോലെ 3ൽ നിന്ന് 5ലോട്ടാണ് ഉള്ളത്. അപ്പൊ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 4ഉം എഫ് ഓഫ് 2 എന്ന് പറയുന്നതും 4 ആണ്. അപ്പൊ എഫ് എന്ന് പറയുന്നത് എന്താ, ഒരിക്കലും സെയിം ഇത് വരില്ല. ഒരു എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ഇമേജ്, സെയിം ഇമേജ് ബിയിൽ പാടില്ല. എയിലത്തെ എലമെന്റ്സിന് ബിയിൽ സെയിം ഇമേജ് വന്നു കഴിഞ്ഞാൽ അത് 1 അല്ല. ഇനി റേഞ്ച് എന്ന് പറയുന്നത് ബിയും 4,5 ആണ്. അതുപോലെ കോഡൊമെയിൻ എന്ന് പറയുന്നത് 4,5 ആണ്. അപ്പൊ ഡൊമെയിനും കോഡൊമെയിനും കോഡൊമെയിനും റേഞ്ചും ഈക്വൽ ആയതുകൊണ്ട് ഇതെന്താണ്, ഓൺ ടു ഫംഗ്ഷൻ ആണ്. ഓൺ ടു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലും ഇതെന്തല്ല, സർജക്റ്റീവ് ഫംഗ്ഷൻ, ഇൻജക്റ്റീവ് ഫംഗ്ഷൻ അല്ലാത്തത് കൊണ്ട് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എഫ് എന്ന് പറയുന്നത് എന്തല്ല, 1 അല്ല, ഓൺ ടു ആണ്. അതുകൊണ്ട് ഇത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ല. 1 ഓൺ 2 ആണെന്നുണ്ടെങ്കിലാണ് ഇത് എന്തായിട്ട് മാറുള്ളൂ, ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ട് മാറുള്ളൂ. അടുത്തത് ലെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 2 3 4 5. ബി എന്ന് പറയുന്ന സെറ്റ് 7 9 11 13 ആണ്. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി. ഒരു ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ എഫ് ഫ്രം എ ടു ബി ആണ്. ഡിനോട്ടഡ് ബൈ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7, എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 9, എഫ് ഓഫ് 4 11, എഫ് ഓഫ് 5 13. ഷോ എഫ് ഈസ് 1 ആൻഡ് ഓൺ 2. എഫ് 1 ഓൺ 2 ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യം റിലേഷൻ നമുക്ക് എഴുതാം. 2 to 7, അതുപോലെ 3 to 9, 4 to 11, 5 to 13. 1 ആണെന്ന് കാണിക്കാൻ എ എന്ന് പറയുന്ന സെറ്റില് 2 3 4 5 വരച്ചു. ബി എന്ന് പറയുന്ന സെറ്റിൽ 7 9 11 13 വരച്ചു. റിലേഷൻ എയിലത്തെ എല്ലാ എലമെന്റ്സിനും ബിയിൽ എന്തുണ്ട്, ഒരു ഇമേജ് ഉണ്ട്. അതുകൊണ്ട് ഇതെന്താണ്, 1 ആണ്. അതേപോലെ ഇതെന്താണ്, റേഞ്ച് എന്ന് പറയുന്നതും കോഡൊമെയിൻ എന്ന് പറയുന്നതും സെയിം ആയതുകൊണ്ട് ഇത് ഓൺ ടു ഫംഗ്ഷൻ ആണ്. 1 ഓൺ ടു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതെന്താണ്, ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. Show that the function f from n to n defined by f of x is equal to 2x is 1 but not on 2. ഇത് 1 ആണ്, പക്ഷെ ഓൺ 2 അല്ല എന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എഫ് ഓഫ് x1 എന്ന് പറയുന്നത് ഈക്വൽ ആണ് എഫ് ഓഫ് x2ന്. അപ്പൊ 2x1 ഈക്വൽ ആണ് 2x2ന്. x1ഉം x2ഉം ഈക്വൽ ആയതുകൊണ്ട് എഫ് എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ഇനി നമ്മള്
അടുത്തത് ഓൺ ടു ആണ് കാണിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്നത് 2x എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഈ എഫ് ഓഫ് എക്സിനെ നമുക്ക് ഈക്വൽ ടു വൈയിലോട്ട് ഇക്വേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x ആണ്. അപ്പൊ 2x ഇസ് ഈക്വൽ ടു വൈ ഇങ്ങനെ എഴുതാം. അതിൽ നമുക്ക് എക്സിന്റെ വാല്യൂ എഴുതാണെന്നുണ്ടെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? y/2 എന്ന് പറയും. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു y/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും y എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ വന്നിട്ട് y/2 ആണ്. അപ്പൊ yക്ക് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പോയിന്റ് വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. 1 ബിലോങ്സ് ടു കോഡൊമൈൻ ഹാസ് നോ പ്രീ ഇമേജ് ഇൻ ഡൊമൈൻ. ഡൊമൈനില് അതായത് കോഡൊമൈന് പ്രീ ഇമേജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എഫ് ഈസ് നോട്ട് ഓൺ ടു. എഫ് എന്ന് പറയുന്നത് എന്തല്ല? ഓൺ ടു ഫംഗ്ഷൻ അല്ല. ഈ ഒരു വാല്യൂ തന്നിട്ട് അത് ബൈജക്റ്റീവ് ആണോ അതുപോലെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ 1 1 വരും, ഓൺ 2 വരും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x+3 ആണ്. അപ്പൊ എഫ് ഓഫ് x1 എന്ന് പറയുമ്പോൾ എക്സ് കാണുന്നിടത്ത് x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 4x1+3 എന്ന് വരും. അതുപോലെ x2 കാണുന്നിടത്ത് നമ്മൾ എന്ത് കൊടുക്കുക? എക്സ് കാണുന്നിടത്ത് x2 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4x2+3 എന്ന് കിട്ടും. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3യും 3യും ക്യാൻസൽ ചെയ്യും, 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ x1 എന്ന് പറയുന്നത് ഈക്വൽ ആണ് x2 എന്ന് കിട്ടും. അപ്പൊ അത് 1 1 ആണ്. അടുത്തത് ഓൺ ടു ആണ് കാണിക്കേണ്ടത്. അപ്പൊ y ഇസ് ഈക്വൽ ടു 4x+3. അതിൽ നമ്മൾ 4xന്റെ ടേമിലോട്ടാക്കി മാറ്റാം. അപ്പൊ 4x വരുന്ന ടേമിനെ അവിടെ നിർത്താം, yനെ ഈക്വൽ ടു അപ്പുറത്ത് കൊണ്ടേക്ക് -3. അപ്പൊ y ഇസ് ഈക്വൽ ടു 4x+3. 4x നമ്മൾ അവിടെ നിർത്താം. ആ +3നെ ഈക്വൽ ടുന്റെ അപ്പുറത്തോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ y-3 എന്ന് വരും. y-3. 4x ഇസ് ഈക്വൽ ആണ് y-3. അപ്പൊ x ഇസ് ഈക്വൽ ടു y-3 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. y-3 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്. റിയൽ നമ്പർ ആയതുകൊണ്ട് റേഞ്ചും കോഡൊമൈനും എന്താണ്? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് എഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അടുത്തത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഫ്രം എ ടു ബി. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലോട്ടും ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ബിയിൽ നിന്ന് സിയിലോട്ടുമാണെന്നുണ്ടെങ്കിൽ ടു ഫംഗ്ഷൻസ് ദെൻ കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി ഡിനോട്ടഡ് ബൈ ജി ഓഫ് എഫ്. ജി ഓഫ് എഫ് എന്ന് പറയുന്നത് എ ടു സി ആണ്. ഡിഫൈൻഡ് ആസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് വരിക. അതുപോലെ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ തിരിച്ചു മാറ്റി എഴുതാൻ പറ്റും. ജി ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ്. അതിന് നമുക്ക് എഫ് ഇൻവേഴ്സ് എന്നും പറയാൻ പറ്റും.
റിലേഷൻ ഇവിടെ ഫംഗ്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എ ടു ബി എന്ന് പറയുമ്പോൾ എയിലെ എലമെന്റ്സ് നമ്മൾ 1 2 3 4 എന്ന് എടുത്തിട്ടുണ്ട്. ബിയിലെ എലമെന്റ്സ് നമ്മൾ എ ബി സി ഡി എന്ന് എടുത്തിട്ടുണ്ട്. എയിലെ എല്ലാ എലമെന്റ്സിനും ബിയിൽ എന്തുണ്ട്, ഇമേജ് നമ്മൾ വരച്ചിട്ടുണ്ട്. അടുത്ത ബി ടു സി എന്നാ പറയുന്നത്. അപ്പൊ ബിയിൽ നിന്ന് സിയിലോട്ടാണ്. എ എന്ന് പറയുന്ന എലമെന്റിന് സിയിൽ 4, അതുപോലെ ബി ടു 3 ആണ്, സി 4, ഡി 5. അടുത്തതായിട്ട് ജി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എ ടു സി. അപ്പൊ നമ്മൾ ആദ്യം എ ടു ബി ആയിരുന്നു, പിന്നെ ബി ടു സി. അടുത്ത എ ടു സി ആണ് ജി ഓഫ് എഫ്. അപ്പൊ എയും സിയും, എയിലെ സെറ്റ് 1 2 3 4, സിയിലെ സെറ്റ് 3 4 5. അപ്പൊ എയിലത്തെ പെയർ ചെയ്യുക 1 to 4, അതുപോലെ 2 to 3, 3 to 4, 4 to 5. ബി എന്ന് പറയുന്ന സെറ്റിൽ എ ബി സി ഡിക്ക് പകരം 1 2 3 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി ടു സിയിൽ എങ്ങനെയാണ് റിലേഷൻ, അതാണ് എ ടു സിയിലേക്ക് മാറ്റി എഴുതുമ്പോൾ വരാം. അതിൽ നമുക്കൊരു പ്രോബ്ലം തന്നിരിക്കുന്നത്, ഫൈൻഡ് എഫ് ഓഫ് ജി ആൻഡ് ജി ഓഫ് എഫ് ഓഫ് ദി ഫോളോയിങ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ആണ് തന്നിട്ടുണ്ട്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡ് എക്സ് ആണ് തന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. അപ്പൊ നമുക്ക് എഫ് ഓഫ് എന്നുള്ള അടുത്ത് ജി ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്, മോഡ് എക്സ് ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇസ് ഈക്വൽ ടു എഫ് ഓഫ് മോഡ് എക്സ്. എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആണ്, എക്സ് കാണുന്നിടത്ത് മോഡ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ സൈൻ മോഡ് എക്സ് എന്ന് കിട്ടും. ഇനി അടുത്ത് ജി ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ സൈൻ എക്സ് ആണ്, അത് കൊടുത്തു. അപ്പൊ ജി ഓഫ് സൈൻ എക്സ്, ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ മോഡ് എക്സ് ആണ്. അപ്പൊ എക്സ് കാണുന്നിടത്ത് സൈൻ എക്സ് കൊടുത്താൽ മോഡ് സൈൻ എക്സ് എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് പ്രോബ്ലം വന്നിട്ട് എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് കോസ് എക്സ് ആ തന്നിട്ടുണ്ട്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x² ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. അപ്പൊ എഫ് എഴുതാ ബ്രാക്കറ്റിൽ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ നിൽക്കുന്നത്, 3x² ആണ്, അത് കൊടുത്തു. ഇതിപ്പോ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കാം. എക്സിന്റെ സ്ഥാനത്ത് 3x² കിടക്കണമെന്നേ ഉള്ളൂ. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്താ, കോസ് എക്സ് ആണ്. അപ്പൊ കോസ് എക്സ് കാണുന്നിടത്ത് എന്ത് കൊടുക്കുക, 3x² എന്ന് കൊടുക്കുക. അതേപോലെ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അതിൽ ജി അങ്ങനെ തന്നെ ഇടാം. എഫ് ഓഫ് എക്സ് കാണുന്നിടത്ത് ഫംഗ്ഷൻ കോസ് എക്സ് അല്ല, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആണ്. അപ്പൊ കോസ് എക്സ് കൊടുത്താൽ, അപ്പൊ ജി ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ജി ഓഫ് കോസ് എക്സ് ആണ് കിടക്കുന്നത്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3x² ആണ്. അപ്പൊ എക്സ് കാണുന്നിടത്ത് എന്ത് കൊടുക്കുക, cos² x എന്ന് കൊടുക്കുക. ഇങ്ങനെയാണ് കോമ്പോസിഷൻ ചെയ്യുന്നത്. ഇതിൽ ബാക്കിയും കുറച്ച് പ്രോബ്ലംസും കൂടെ ഉണ്ട്, സെൽഫായിട്ടൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.